ഡെയിലി ഷോർട്സ് ഇടുന്നത് നിർത്തിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെങ്കിലും വിശ്വസിക്കണം, കാരണം അതാണ് സത്യം. എന്നാൽ ഡെയിലി ഷോർട്സ് ഇട്ട വ്യൂസ് കൂടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ 5 ഷോർട്സ് 5 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്തു. എന്റെ 5 ഷോർട്സിന് ഇപ്പൊ 10K പുറത്ത് വ്യൂസ് ഉണ്ട്. എന്നാൽ അത്രയും വ്യൂസ് കിട്ടിയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇട്ടാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടില്ല. സോ ഡെയിലി ഷോർട്സ് ഇട്ടാൽ വ്യൂസ് കിട്ടില്ല എങ്കിൽ എങ്ങനെ ഇട്ടാൽ വ്യൂസ് കിട്ടുമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ഞാൻ ഉപയോഗിച്ച ട്രിക്കാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതിയെങ്കിൽ വീഡിയോ ഡീ ഭാഗം തൊട്ട് കണ്ടാൽ മതി. എന്നാൽ അങ്ങനെ ഇട്ടിട്ട് വ്യൂസ് കൂടണേ, എന്റെ കൂടി ഈ വീഡിയോ ഫുള്ള് കാണണം. ആദ്യം ഞാൻ ശരിക്കും എന്താണ് നടന്നതെന്ന് പറയാം. ഞാനൊരു 5 ഷോർട്സിനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 5 ദിവസം കൊണ്ട് അതിനെ അടുപ്പിച്ച് അപ്ലോഡ് ചെയ്തു. ആ ഷോർട്സ് ഇട്ട് 5 ദിവസവും എനിക്ക് വലുതായിട്ട് വ്യൂസ് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഞാൻ എന്നാണോ ഡെയിലി ഇടുന്നത് നിർത്തിയത്, അതിന്റെ പിറ്റേന്ന് എന്റെ എല്ലാ ഷോർട്സും വൈറലായി. അതായത് ആദ്യത്തെ ദിവസം ഇട്ടതിന് 1K വ്യൂസ് കിട്ടി. അടുത്ത ദിവസം അടുത്തതിട്ടപ്പം അതിന് 2Kയിൽ കുറവ് വ്യൂസ് കിട്ടി. ഇനി അടുത്ത ഷോർട്സിന് 4K വ്യൂസും അതിന്റെ അടുത്തതിന് 1K എന്ന് വന്ന് ലാസ്റ്റ് ഇട്ടത് ഒരു ദിവസം കൊണ്ട് 4K വ്യൂസിൽ എത്തി നിന്നു. 5ാമത്തെ ഷോർട്സ് ഇട്ട് നിർത്തിയപ്പം ഇതായിരുന്നു ആ ഷോർട്സിന്റെയൊക്കെ അവസ്ഥ. എന്നാൽ അതിന്റെ പിറ്റേന്ന് ലാസ്റ്റ് ഇട്ട ഷോർട്സിന്റെ വ്യൂസ് 10K ആയി. അതിന് മാത്രമേ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം കുറവായിരുന്നു. എന്നിട്ട് വീണ്ടും 5 ദിവസം കഴിഞ്ഞപ്പം അത് 1.8 ലക്ഷം വ്യൂസിലെത്തി. ശേഷം ഇപ്പം അത് 4 ലക്ഷം വ്യൂസിലെത്തി നിൽക്കുന്നു. ഇനി ബാക്കിയുള്ള ഷോർട്സിന്റെ ഇപ്പോഴത്തെ വ്യൂസ് ഇതാണ്. അതായത് എല്ലാ ഷോർട്സിനും 10Kക്ക് പുറത്ത് വ്യൂസ് ഉണ്ട്. സോ ഇത്രയും വെച്ച് ഡെയിലി ഷോർട്സ് ഇടുന്നതിനോട് യൂട്യൂബ് അൽഗോരിതം എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയാം. നിങ്ങളിടുന്ന ഷോർട്സിന്റെ എണ്ണം കൂടുന്തോറും നിങ്ങൾക്ക് കിട്ടുന്ന ഇംപ്രഷൻ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് കുറയ്ക്കും. അതായത് ഷോവൻ ഇൻ ഫീഡ് കുറയും. എന്നിട്ട് പിന്നീട് വ്യൂസ് കിട്ടണേ സബ്സ്ക്രൈബേഴ്സ് കണ്ടാലേ കൂടൂ എന്ന അവസ്ഥയിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നൊരു ഷോർട്സ് ഇട്ടു. ഇതിനതിന്റെ പെർഫോമൻസ് അനുസരിച്ച് ഇംപ്രഷൻ കൂടും. ആൻഡ് ഇംപ്രഷൻ കൂടുന്ന വഴി അതിന്റെ വ്യൂസും കൂടും. എന്നാ ഞാൻ ഇതിന്റെ കൂടെ നാളെ വേറൊരു ഷോർട്സ് കൂടി ഇട്ടാൽ യൂട്യൂബ് ആദ്യത്തെ ഷോർട്സിന് കൊടുക്കുന്ന ഇംപ്രഷൻ കുറച്ചിട്ട് 2ാമത്തെ ഷോർട്സിന് ഇംപ്രഷൻ കൊടുക്കും. എന്നിട്ട് 2ാമത്തെ ഷോർട്സിന് കിട്ടുന്ന റെസ്പോൺസ് നല്ലതാണെങ്കിൽ വീണ്ടും ആദ്യത്തെ ഷോർട്സിന് ഇംപ്രഷൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴും നല്ല റെസ്പോൺസ് കിട്ടിയാൽ നിങ്ങളുടെ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുള്ള എല്ലാ ഷോർട്സിനും വീഡിയോസിനും യൂട്യൂബ് വീണ്ടും ഇംപ്രഷൻ കൊടുക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ പുതുതായി ഇടുന്ന ഷോർട്സിന് കിട്ടുന്ന റെസ്പോൺസ് നല്ലതാണെങ്കിൽ പഴയ ഷോർട്സിനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ കിട്ടുന്ന റെസ്പോൺസ് നല്ലതല്ല എങ്കിൽ ആദ്യത്തേനും 2ാമത്തേനും വ്യൂസ് കിട്ടുന്ന സ്പീഡ് യൂട്യൂബ് അൽഗോരിതം കുറയ്ക്കും. ഇവിടെ ഞാൻ റെസ്പോൺസ് എന്ന് ഉദ്ദേശിച്ചത് ഈ സാധനങ്ങളെയാണ്. സോ കിട്ടുന്ന റെസ്പോൺസ് നല്ലതല്ല എങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം വ്യൂസ് കിട്ടില്ല. ശേഷം പിന്നീട് വ്യൂസ് കിട്ടണേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സോ സെർച്ച് ചെയ്ത് വരുന്ന വ്യൂവേഴ്സോ ആ ഷോർട്സ് കാണുകയും ഈ സാധനങ്ങളൊക്കെ കൂട്ടേണ്ടിയും വരും. ഇതാണ് ഡെയിലി ഷോർട്സ് ഇടുമ്പോൾ നടക്കുന്നത്. ഇനി ഇതിന്റെ കാരണം പറയാം. നമുക്ക് ഒരാൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ അത് എന്റെ വീഡിയോസ് കാണാൻ വേണ്ടി മാത്രമായിരിക്കത്തില്ല. അതായത് എന്റെ ടാർഗറ്റ് ഓഡിയൻസ് യൂട്യൂബേഴ്സ് ആണ്. സോ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന യൂട്യൂബേഴ്സ് എന്റെ വീഡിയോസ് മാത്രമല്ല കാണുന്നത്. യൂട്യൂബിൽ വേറെയും ക്രിയേറ്റേഴ്സ് ഉണ്ട്, വേറെയും കാറ്റഗറീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബിന് അവരുടെ എല്ലാ ഷോർട്സും ഈ വ്യൂവേഴ്സിന് മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഡെയിലി 1 അല്ലെങ്കിൽ 2 ഷോർട്സ് ഒക്കെ വെച്ചിട്ടാൽ എനിക്ക് തരുന്ന ഇംപ്രഷൻ യൂട്യൂബിന് കുറയ്ക്കേണ്ടി വരും. പ്രത്യേകിച്ച് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിന് എല്ലാവരുടെയും ഷോർട്സ് അതാത് ഓഡിയൻസിന് കാണിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ഡെയിലി ഷോർട്സ് ഇടുമ്പം ഇംപ്രഷൻ കുറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത് താൽക്കാലികമാണ്. ആൻഡ് അവിടെയാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യം വരുന്നത്. ഇതേ സെയിം കാര്യം തന്നെയാണ് എൻ്റെ ഈ 5 ഷോർട്സിന് സംഭവിച്ചത്. അതായത് ആദ്യത്തെ ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പം അതിനൊന്നിനും ഇംപ്രഷനേ പോകുന്നില്ലായിരുന്നു. എന്നാൽ ഇടുന്നത് നിർത്തിയപ്പം ലാസ്റ്റ് ഇട്ട ഷോർട്സിന് സാധാരണയേക്കാൾ കൂടുതൽ ഇംപ്രഷൻ കിട്ടി. അതായത് ഷോവൻ ഇൻ ഫീഡ് കൂടി. പോരാ ഷോർട്സിന് കിട്ടിയ റെസ്പോൺസും നല്ലതായിരുന്നു. ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാലോ. യൂട്യൂബ് അതിന് മുമ്പിട്ട ഷോർട്സ് എല്ലാം വ്യൂവേഴ്സിന് കാണിച്ച് അവർ കാണുന്നുണ്ടോ എന്ന് നോക്കി. അതിന് അവർ കാണുകയും ചെയ്തു. അതാണ് എൻ്റെ ഈ 5 ഷോർട്സിനും ഇത്രയും വ്യൂസ് കിട്ടിയത്. എന്നാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇടരുത്. കാരണം യൂട്യൂബ് അൽഗോരിതം നിങ്ങൾക്ക് വ്യൂസ് തരത്തില്ല. എടാ, ഡെയിലി ഷോർട്സ് ഇട്ടാ വ്യൂസ് കിട്ടത്തില്ലെങ്കിൽ അഖിലെന്താട്ടിക്കും ടി സീരീസിലൊക്കെ എങ്ങനെയാണ് വ്യൂസ് കിട്ടുന്നത്? നീ പറയുന്ന വെച്ച് നോക്കി അവർക്കും വ്യൂസ് കിട്ടണ്ടല്ലോ. നോക്ക്, ഷോർട്സ് കൂടുതലിട്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ ഡെയിലി ഷോർട്സ് ഇട്ടാൽ പോലും അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കണ്ട് ഒരു ദിവസം കൊണ്ട് 60K 70K വ്യൂസ് ഒക്കെ കിട്ടാം. പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ. കൂടാതെ ഇതിൽ തന്നെ യൂട്യൂബ് കാണിക്കുന്ന ന്യൂ വ്യൂവേഴ്സും റീറ്റേണിംഗ് വ്യൂവേഴ്സും ഒക്കെ ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് മാത്രം കണ്ട് ഇതൊക്കെ കൂടുകയും ചെയ്യും. ഇതുവഴി ഇവർ ഡെയിലി ഷോർട്സ് ഇട്ടാൽ പോലും ഇട്ട ആഴ്ചകൾ കഴിയുമ്പം ഇവർക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടും. ഇതാണ് ഇവർക്ക് വ്യൂസ് കിട്ടുന്നതിന്റെ 1ാമത്തെ റീസൺ. ഇനി 2ാമത്തത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണമാണ്. എന്നാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തൊരു ചാനലിൽ ഡെയിലി ഒരു ഷോർട്സ് അല്ലെ 1-ലധികം ഷോർട്സ് ഇട്ടാൽ ഇതൊക്കെ കൂട്ടാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല.
അതുകൊണ്ട് തന്നെ ഇതിന് ന്യൂ ആൻഡ് റീറ്റേണിംഗ് വ്യൂസ് തന്നെ വേണ്ടി വരും. ആൻഡ് അവർ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ വ്യൂസ് കിട്ടാത്തത്. എടാ പറഞ്ഞ ശരിയൊക്കെ തന്നെ. എനിക്ക് ഇവരെ പോലെ സബ്സ്ക്രൈബേഴ്സും ഇല്ല, ഇടുന്ന ഷോർട്സിനൊട്ട് വ്യൂസും കിട്ടാറില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നോട് നീ പറ. ആദ്യം നീ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നീ എന്തിനാണ് ഡെയിലി ഷോർട്സ് ഇടുന്നത്? വല്ല യൂട്യൂബേഴ്സും പറഞ്ഞോണ്ടാണോ നീ ഡെയിലി ഷോർട്സ് ഇടുന്നത്? അതായത് നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇടുക, കൺസിസ്റ്റന്റ് ആയാൽ എന്നേലും ഒരിക്കൽ നിങ്ങൾ വൈറലാകുമെന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ടാണോ നീ ഡെയിലി ഷോർട്സ് ഇടുന്നത്? കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ ഡെയിലി ഷോർട്സ് ഇടുന്നത് വ്യൂസ് കൂട്ടാനുള്ള ഒരു ട്രിക്കാണെന്ന് കരുതിയാണോ നീ ഡെയിലി ഷോർട്സ് ഇടുന്നത്? ആണെങ്കിൽ ഇത് തന്നെയാണ് നിനക്ക് വ്യൂസ് കിട്ടാത്തതിന്റെ ആദ്യത്തെ റീസൺ. കാരണം നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇടുന്നതുകൊണ്ട് കൂടെ എല്ലാത്തിനും വ്യൂസ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. അതായത് ഷോർട്സ് ഓക്കെയാണ്, ഓഡിയൻസ് അത് കാണാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഡെയിലി ഷോർട്സ് ഇട്ടിട്ട് വ്യൂസ് കിട്ടാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നാണ്. അതായത് നിങ്ങൾ ഇടുന്ന ഷോർട്സ് പോരാ എന്നാണ്. എടാ അപ്പൊ ബാക്കിയുള്ളവർ കൺസിസ്റ്റന്റ് ആകാൻ പറയുന്നതോ? ബ്രോ, ഡെയിലി ഷോർട്സ് ഇടുന്നത് ഒരിക്കലും ഒരു ട്രിക്ക് അല്ല. അതായത് യൂട്യൂബ് എവിടെയും പറയുന്നില്ല നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇട്ടാൽ വ്യൂസ് തരുമെന്ന്. പകരം നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇടണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി സബ്സ്ക്രൈബേഴ്സുമാണ്. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് അവർക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാ, അല്ലാതെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയല്ല. ഇനി ഇതിനെല്ലാം ഉപരി ഇടുന്ന ഷോർട്സ് നല്ലതല്ല എങ്കിൽ അവർ കാണത്തില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ പോലത്തെ ചാനല്, അതായത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉള്ളതും എഡ്യൂക്കേഷൻ കാറ്റഗറിയുമായ ചാനലിൽ ഡെയിലി ഷോർട്സ് ഇടുന്നത് തന്നെ പണിയാണ്. അതിന്റെ കൂടെ ക്വാളിറ്റി ഇല്ലാത്ത ഷോർട്സ് കൂടി ഇട്ടാൽ അതിന് തീരെ വ്യൂസ് കിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കാറ്റഗറി എന്റർടൈൻമെന്റ് ആണോ, നിങ്ങൾ ഡെയിലി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഷോർട്സ് ഇട്ടാൽ തന്നെ അത് വൈറലാകും. അതായത് ഷോർട്സ് നല്ലതാണെങ്കിൽ കോമഡി, ട്രെയിലർ റിയാക്ഷൻ, ഫിലിം റിവ്യൂ, അപ്ഡേറ്റ്സ് പോലുള്ള എന്തിട്ടാലും 1-2 ആഴ്ച കഴിയുമ്പം വ്യൂസ് സാധാരണയേക്കാൾ കൂടും. കാരണം ഇത് കാണാൻ ഓഡിയൻസിന് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പം ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ ജോലിക്ക് പോയി അല്ലെ കോളേജിൽ പോയി ക്ഷീണിച്ച് വരുന്ന ഒരാള് യൂട്യൂബ് തുറന്ന എഡ്യൂക്കേഷൻ വീഡിയോസ് ആകില്ല ആദ്യം കാണുന്നത്, എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഇനി വ്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് ഷോർട്സ് ഇടേണ്ടതെന്ന് പറയാം. യൂട്യൂബിൽ 3 തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട്. 1, യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്തവര്. ഇവർ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണ്, ഇവർക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇനി 2, യൂട്യൂബിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാമെന്നുള്ളവര്. അതായത് ഒരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, ടൈറ്റിൽ എന്ത്, തംബ്നെയിൽ എന്ത്, വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതൊക്കെ പോലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവര്. ഇനി 3, യൂട്യൂബ് അൽഗോരിതം എന്താണെന്ന് അറിയാവുന്നവര്. അതായത് CTR, ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ, വാച്ച് ടൈം, ഇംപ്രഷൻ പോലുള്ളവ തൊട്ട് യൂട്യൂബ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് അറിയാവുന്നവര്. ഇനി ഇതല്ലാതെ 4മതൊരു കൂട്ടം ക്രിയേറ്റേഴ്സ് കൂടി ഉണ്ട്. അതായത് യൂട്യൂബ് എന്താണെന്നും വ്യൂസ് എങ്ങനെ കിട്ടുന്നതെന്നും മനസ്സിലാക്കി വ്യൂസും ക്യാഷും ഓൾറെഡി യൂട്യൂബിൽ നിന്ന് കിട്ടുന്നവര്. ആൻഡ് അവർക്കത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കാര്യം ഈ വീഡിയോയിൽ പറയുന്നില്ല. പകരം ബാക്കി 3 തരം ക്രിയേറ്റേഴ്സ് എങ്ങനെ ഷോർട്സ് ഇടുന്ന നിങ്ങൾ എങ്ങനെ തന്നെ ഇട്ടാലും അതിന് വ്യൂസ് കിട്ടില്ല എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മെയിൻ ഫോക്കസ് ആ ഷോർട്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നതായിരിക്കണം. പക്ഷെ നമ്മുടെ ഈ വീഡിയോ ഷോർട്സിലെ പ്രോബ്ലംസ് മാറ്റുന്നതിനെ കുറിച്ച് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് തൽക്കാലം പറയുന്നില്ല. എന്നാൽ അത് തൽക്കാലം ഒന്ന് കേട്ടാൽ കൊള്ളാന്നുള്ളവര് ഈ വീഡിയോ കണ്ടാൽ മതി, അതും ഈ വീഡിയോയ്ക്ക് ശേഷം. ഇപ്പൊ എന്തായാലും ബാക്കി പറയാം. സോ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാത്തവര് എങ്ങനെ വീഡിയോ ഇടുന്നതാണ് നല്ലത് എന്നൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ കൊണ്ട് ഒക്കുമെങ്കിൽ ഡെയിലി ഷോർട്സ് ഇടുക, അതും കാറ്റഗറി നോക്കാതെ. നിർബന്ധമൊന്നുമില്ല, എന്നാൽ ഒക്കുമെങ്കിൽ ഇടുക. പക്ഷേ നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇടുന്നത് ഒരിക്കലും വ്യൂസിന് വേണ്ടിയാകരുത്. പകരം നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെ ഇടുന്നത്. കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ, 2മത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒന്നും അറിയാത്തവരിൽ നിന്ന് അതിലേക്ക് മാറണം. ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ, വീഡിയോ എഡിറ്റിംഗ് പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇടുക. അതിൻ്റെ അത് പഠിച്ചു കഴിയുമ്പം നിങ്ങൾ 2മത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സിലേക്ക് മാറും. സോ 2മത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സ് എങ്ങനെ ഷോർട്സ് ഇടുന്നതാണ് നല്ലത്? നിങ്ങൾ 2 ദിവസം ഒന്നും ഇടല്ലേ, എന്നിട്ട് 3-ാമത്തെ ദിവസം ഒരു ഷോർട്സ് ഇടണം. വീണ്ടും 2 ദിവസം ഇടല്ലേ, 3-ാമത്തെ ദിവസം ഇടണം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ രീതി ഇടുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഇതും വ്യൂസ് കിട്ടാൻ വേണ്ടിയാകരുത്. പകരം നിങ്ങൾ ഇങ്ങനെ ഇടുമ്പം ആ ഇടുന്ന ഷോർട്സിന്റെ ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ, വാച്ച് ടൈം, വ്യൂവർഷിപ്പ് റേഷ്യോ ഒക്കെ പോലുള്ള യൂട്യൂബ് അൽഗോരിതം മനസ്സിലാക്കുക. അതായത് യൂട്യൂബ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഇടുക. ഇതിന്റെ കൂടെ തന്നെ ഷോർട്സ് എങ്ങനെ ഉണ്ടാക്കിയാലാണ് വ്യൂസ് കിട്ടുക, അതല്ലേ എങ്ങനെ ഉണ്ടാക്കിയാലാണ് അവർ കാണുക എന്ന് നിങ്ങളുടെ കാറ്റഗറിയിലുള്ള മറ്റ് ക്രിയേറ്റേഴ്സിനെ നോക്കി പഠിക്കുക. മലയാളം മാത്രം നോക്കിക്കൊണ്ടിരിക്കല്ലേ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് എല്ലാം നോക്കുക. ആൻഡ് ഇതുവഴി നിങ്ങൾക്ക് 3-മത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. സോ അൽഗോരിതം മനസ്സിലാക്കിയ 3-മത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സ് എങ്ങനെ ഷോർട്സ് ഇട്ടാലാണ് വൈറലാകുന്നതെന്ന് പറയാം. നിങ്ങൾ ഇനി ഇടുന്ന ഓരോ ഷോർട്സും ഒന്നിനൊന്നിന് മെച്ചപ്പെടുത്തുന്നതിൽ ഫോക്കസ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഷോർട്സിലെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കുക,
ആൻഡ് അത് സോൾവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഷോർട്സിൻ്റെ വോയിസിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, മ്യൂസിക് പോരാ, എഡിറ്റിംഗ് പോരാ, സബ് ടൈറ്റിൽ പോരാ എന്ന് തുടങ്ങി എത്ര പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ എഴുതി വെച്ചു. ഇനി ഞാൻ ഇടാൻ പോകുന്ന ഓരോ ഷോർട്സിലും ഇതിൽ നിന്ന് ഓരോന്ന് വെച്ച് ശരിയാക്കി വരണം. അതായത് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്ന ഷോർട്സിൽ വോയിസ് ശരിയാക്കാൻ തീരുമാനിച്ചു, ആൻഡ് അത് ഞാൻ ശരിയാക്കി. ഇനി അതിൻ്റെ അടുത്ത ഷോർട്സിൽ അടുത്തത്, അതിൻ്റെ അടുത്തത് എന്ന് പോകുക. ഇതുവഴി ഒരു ടൈം കഴിയുമ്പം നിങ്ങളുടെ ഷോർട്സിൽ ഒരു കുഴപ്പമില്ലാത്തൊരു സമയം വരും. ആൻഡ് ഈ സമയത്ത് നിങ്ങളുടെ ഷോർട്സ് ആരെ കാണിച്ചാലും അവർക്കത് കാണാതെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതായത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങളുടെ ഷോർട്സ് കാണിക്കുമ്പം അവർക്കത് കാണാതെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. ആൻഡ് അങ്ങനെ എത്തിക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. കാരണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ യൂട്യൂബ് അൽഗോരിതത്തെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു ഷോർട്സ് വൈറലാകുമ്പം ആ ചാനലിൽ മുമ്പ് ഇട്ടിട്ടുള്ള ഷോർട്സും യൂട്യൂബ് കാണിക്കാൻ തുടങ്ങും. അങ്ങനെ കാണിക്കുമ്പോൾ അവരതും കണ്ടാൽ നിങ്ങൾക്കറിയാലോ, യൂട്യൂബ് ആ വ്യൂവേഴ്സിനെ നിങ്ങളുടെ എല്ലാ ഷോർട്സും കാണിക്കാൻ തുടങ്ങും. ഇതുവഴി നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ് ഡെയിലി ഷോർട്സ് ഇട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഈസി ആയിട്ട് കിട്ടും. അതായത് ഷോർട്സ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ വ്യൂസ് നിങ്ങൾ പോലും അറിയാതെ കൂടും. ആൻഡ് അതുവഴി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും യൂട്യൂബിൽ നിന്നുള്ള റവന്യൂയും കൂടും. എടാ, ഈ ടൈപ്പ് ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് ഷോർട്സ് ഇടേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ഡെയിലി ഇടണോ അതോ 3 ദിവസം കൂടി ഇരുന്നിടണോ, എങ്ങനാ അതോട് പറ. നിങ്ങൾ ഈ ലെവലിൽ എത്തുമ്പം നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും നിങ്ങൾ എങ്ങനെ ഇടണമെന്ന്. ആൻഡ് അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പം പറയാം. ഡെയിലി ഷോർട്സ് ഇടുന്നത് മാത്രമല്ല കൺസിസ്റ്റൻസി. നിങ്ങൾ 2 ദിവസം ഒന്നും ഇടാതെ 3-ാമത്തെ ദിവസം ഒരു ഷോർട്സ് ഇടുന്നു, വീണ്ടും 2 ദിവസം ഒന്നും ഇടുന്നില്ല, 3-ാമത്തെ ദിവസം ഇടുന്നു. ഈ രീതിയിൽ ഇട്ടിട്ട് പോയാൽ അതും കൺസിസ്റ്റൻസിയാ. ഇനി ആഴ്ചയിലെ ഒരു ഷോർട്സ് ഇടുന്നോള്. സോ ഈ ആഴ്ചയിൽ ഒന്നിട്ടു, ഇനി അടുത്ത ആഴ്ചയിൽ അടുത്തത് ഇട്ടു. ആൻഡ് അങ്ങനെ ആഴ്ചയിൽ ഇട്ടിട്ട് പോകുന്നതും കൺസിസ്റ്റൻസിയാ. ഇനി മാസത്തിൽ ഒരിക്കലേ ഇടൂ. സോ ഈ മാസം ഒന്ന് ഇട്ടു, അടുത്തത് അടുത്ത മാസം ഇടുമെന്ന് തീരുമാനിച്ചു മാസത്തിൽ ഒരിക്കൽ ഇട്ടിട്ട് പോകുന്നതും കൺസിസ്റ്റൻസിയാ. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം കൺസിസ്റ്റൻസി നല്ലതാണ്, എന്നാൽ ഡെയിലി ഷോർട്സ് ഇടുന്നത് നല്ലതല്ല. അതായത് സബ്സ്ക്രൈബേഴ്സ് ഒട്ടും ഇല്ലാത്തവർ ഡെയിലി ഇടുന്നത് ഞാൻ നോക്കിയിട്ട് നല്ലതല്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് വഴി ഒരിക്കലും അത് ശരിയായിട്ട് മാറത്തില്ല. പകരം അത് ശരിയാക്കണേ ആദ്യം ആ തെറ്റ് തിരുത്തുക തന്നെ വേണം. അതുകൊണ്ട് കൺസിസ്റ്റൻസി എന്നും പറഞ്ഞ് ഡെയിലി ഷോർട്സ് ഇട്ട് പണി വാങ്ങിച്ച് കൂട്ടല്ലേ. ഇനി ഈ വീഡിയോ ചുരുക്കി പറഞ്ഞാൽ, സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ചാനലിൽ ഡെയിലി ഷോർട്സ് ഇട്ടാൽ യൂട്യൂബ് നിങ്ങൾക്ക് തരുന്ന ഇംപ്രഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കുറയ്ക്കും. എന്നിട്ട് വീണ്ടും അതൊക്കെ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആ ഷോർട്സ് ഒക്കെ കാണേണ്ട ഒരു അവസ്ഥയിലെത്തും. എന്നാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? അതുമില്ല. ഈ വീഡിയോ തീരുന്ന ഈ നിമിഷം 99% പേർക്കും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാത്തതായിട്ടുണ്ടാകും. ചിലപ്പോൾ അൽഗോരിതത്തിൽ ഡൗട്ട് കാണും, അല്ലെങ്കിൽ എങ്ങനെ ഇടുന്നതാണ് നല്ലത്